കോഴിക്കോടും വിപുലമായ ഒരുക്കങ്ങളെല്ലാം ആഘോഷങ്ങൾക്കുള്ള ഒരുക്കങ്ങളാണ് പൂർത്തിയായിരിക്കുന്നത്. മാനാഞ്ചിറയിൽ അടക്കം നമുക്കറിയാം വലിയ രീതിയിലുള്ള ലൈറ്റുകളെല്ലാം വെച്ച് വലിയൊരു അലങ്കാരം തന്നെ തീർത്തിരുന്നു. കോഴിക്കോട് നിന്നും റിയാസ് KMR ചേരുന്നു. റിയാസ്, പുതുവത്സരത്തെ എങ്ങനെയാണ് കോഴിക്കോട്ടുകാർ വരവേൽക്കുന്നത്? വിവരങ്ങൾ. ആദ്യം തന്നെ വൃന്ദയ്ക്കും നമ്മുടെ സഹപ്രവർത്തകർക്കും ഹൃദയം നിറഞ്ഞ പുതുവത്സരാശംസകൾ അഡ്വാൻസായി നേരുകയാണ്. കോഴിക്കോട് പുതുവത്സരത്തെ വരവേൽക്കാൻ എല്ലാ ക്രമീകരണങ്ങളും വളരെ നേരത്തെ തന്നെ സജീവമായി ഒരുക്കിയിരുന്നു. ഇപ്പോൾ പറഞ്ഞതുപോലെ മാനാഞ്ചിറയിലുള്ള ലൈറ്റ് ക്രമീകരണങ്ങൾ, ദീപാലങ്കാരം മാനാഞ്ചിറയിൽ മാത്രമല്ല നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ, ബേപ്പൂർ പരിസരങ്ങളിൽ ഒക്കെയായി ഒരു വലിയ കണ്ണിനിമ്പമായിരുന്ന ഒരു കാഴ്ചകളുമായാണ് പുതുവത്സരത്തെ വരവേൽക്കാൻ കോഴിക്കോട് ഒരുങ്ങുന്നത്. ഒപ്പം തന്നെ പോലീസും ചില സത്വരമായ നടപടികൾ പുതുവത്സര ആഘോഷങ്ങൾ നടക്കുന്ന പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലെല്ലാം പോലീസിന്റെ ഒരു നിയന്ത്രണം, അതായത് ആഘോഷം ഈ അനിഷ്ട സംഭവങ്ങളെല്ലാം ഒഴിവാക്കുക എന്നൊരു ലക്ഷ്യത്തോടു കൂടിയാണ് ആഘോഷം. നമ്മൾ പുതുവത്സരത്തെ ആഘോഷത്തോടു കൂടി വരവേൽക്കുമ്പോൾ തന്നെ ഈ അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകുന്നത് തടയുക. അതുകൊണ്ട് നഗരത്തിലുടനീളം പോലീസിന്റെ പരിശോധനയും സുരക്ഷയും എല്ലാം തന്നെ കർശനമാക്കുന്നുണ്ട്. കോഴിക്കോട് ബീച്ചിൽ വലിയ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന് വൈകിട്ട് 5 മണി മുതൽ കോഴിക്കോട് ഗാന്ധി റോഡ് മുതൽ വലിയങ്ങാടി ജംഗ്ഷൻ വരെയുള്ള ഭാഗങ്ങളിൽ വാഹന ഗതാഗതം നിരോധിച്ചിട്ടുണ്ട്. വൈകിട്ട് 5-ന് ശേഷം വാഹനങ്ങൾ പുറത്തുള്ള പാർക്കിംഗ് ഏരിയകളിൽ പാർക്ക് ചെയ്ത ശേഷം മാത്രമേ ബീച്ചിലേക്ക് അനുവദിക്കുന്നുള്ളൂ. ബീച്ചിലേക്ക് വരുന്ന ആളുകൾ പുതുവത്സര ദിനത്തിൽ പുലർച്ചെ 1 മണിക്കുള്ളിൽ മടങ്ങണം. 1 മണി വരെ മാത്രമാണ് ബീച്ചിൽ തങ്ങാൻ ആളുകൾക്ക് അനുമതിയുള്ളത്. അത് വാഹനങ്ങൾ കൊണ്ടുവരാൻ പാടില്ല. ഒപ്പം ഈ ഉച്ചഭാഷണി ഉപയോഗിച്ച് ആരെങ്കിലും ചട്ടലംഘനം നടത്തിയാൽ അതിനെതിരെ കർശന നടപടി സ്വീകരിക്കാനുള്ള തീരുമാനമായിട്ടുണ്ട്. കൂടാതെ ഈ പുതുവത്സര ആഘോഷം നടത്താൻ ആരെങ്കിലും തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് സംഘടനകളായിക്കോട്ടെ മറ്റ് സംഘാടകരായിക്കോട്ടെ അതാത് പോലീസ് സ്റ്റേഷനുകളിൽ നിന്ന് മുൻകൂർ അനുമതി വാങ്ങണം എന്നൊരു കർശന നിർദ്ദേശം ഏർപ്പെടുത്തിയിട്ടുണ്ട്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ പോലീസിന്റെ നേതൃത്വത്തിൽ വലിയ സുരക്ഷയൊരുക്കുന്നു. കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർ T. നാരായണന്റെ നേതൃത്വത്തിൽ 7ഓളം ACP-മാരും ഇൻസ്പെക്ടർമാരും സബ് ഇൻസ്പെക്ടർമാരും ഉൾപ്പെടെ 750ഓളം പോലീസ് ഉദ്യോഗസ്ഥരെയാണ് ഇത്തരത്തിൽ ഡ്യൂട്ടിക്കായി നിയോഗിക്കുന്നത്.